നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൈബർ സെക്യൂരിറ്റിയുടെ ഫസ്റ്റ് മോഡ്യൂളാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സൈബർ സ്പേസ്, സൈബർ സെക്യൂരിറ്റി, അതുപോലെ സൈബർ സെക്യൂരിറ്റിയും ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, ഏതൊക്കെ ടൈപ്പ് ഹാക്കേഴ്സ് ആണുള്ളത്, ഇത്രയും പോർഷനാണ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്തത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഇൻ്റർവ്യൂസിന് ചോദിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതൊക്കെ കൂടുതലും അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് CIA ട്രയാഡ് എന്താണ്, ത്രെറ്റ് റിസ്ക് വൾനറബിലിറ്റി അറ്റാക്ക് ബ്രീച്ച്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറക്റ്റായിട്ട് ഒരു വൺ സെൻറ്റൻസിൽ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റണം ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന സമയത്ത്. അതുപോലെ AAA എന്താണ്, നോൺ റെപ്യൂഡിയേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് കുറച്ച് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് മോഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ അടുത്ത പോർഷൻസ് നമുക്കൊന്ന് തുടങ്ങാം. CIA ട്രയാഡ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ, ഒരു IT ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി വർക്ക് ചെയ്യണമെന്നുള്ള ബേസിക് ഫൗണ്ടേഷൻ ആണ് CIA ട്രയാഡ്. So CIA triad is basic foundation of how IT based organization work. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് ഓരോ ലെറ്റേഴ്സിൻ്റെയും എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ CIA triad stands for confidentiality, integrity and availability. ഇതാണ് ഇതിൻ്റെ ഓരോ ലെറ്റേഴ്സും എന്താണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി, ഇപ്പോൾ എല്ലാ കമ്പനീസിലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് സെക്യൂർഡ് ആയിട്ട് വർക്ക് ചെയ്യണതിന് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റിയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി സെക്യൂർ ആയിരിക്കില്ല. അപ്പോൾ ഇത് മൂന്നും ഫോളോ ചെയ്താലാണ് കമ്പനി സക്സസ്ഫുള്ളി സെക്യൂർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ ടേമും എന്താണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ബൈ വേർഡ് മീനിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സെൻസിറ്റീവ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ ബിസിനസ് റൺ ചെയ്യാനാവശ്യമായിട്ടുള്ള ക്രെഡൻഷ്യൽസ് എല്ലാം, അത് യൂസ് വേർഡ്, പാസ്വേഡ്, പിന്നെ അവരുടെ ഇപ്പോൾ ക്ലയൻസ് ആണെങ്കിൽ ക്ലയൻറ്റ് ഡീറ്റെയിൽസ്, ഇതെല്ലാം നല്ല കറക്റ്റായിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. ഇറ്റ് മീൻസ് ദാറ്റ് ഡാറ്റ ആർ ആക്സസിബിൾ ഓൺലി ടു കൺസേൺഡ് അതോറിറ്റീസ്. എവറിത്തിങ് ഷുഡ് ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. ഓരോന്നും അതാത് ആക്സസിബിൾ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ നമുക്ക് വെബ്സൈറ്റിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അഡ്മിന് ആയിരിക്കും എല്ലാ കാര്യങ്ങളും അത് റൂട്ട് ആക്സസ് ഉള്ളത്. ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അക്കൗണ്ടൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബ് റോൾസ് ആയിരിക്കും അയാൾക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ മാനേജറിനാണെങ്കിൽ അക്കൗണ്ടൻറ്റിന് ഇല്ലാത്ത വേറെ ജോബ് റോൾസ് ആയിരിക്കും മാനേജേഴ്സിന്. അപ്പോൾ ഓരോരുത്തരുടെ ജോബ് റോൾ അനുസരിച്ച് ഓരോ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാനുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അത് ആ ഓരോ ഡോക്യുമെൻറ്റ്സും അവർ കോൺഫിഡൻഷ്യൽ ആക്കി വെക്കണം. അപ്പോൾ കൺസേൺഡ് അതോറിറ്റീസിന് മാത്രമേ അത് ആക്സസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. എവറിത്തിങ് ഷുഡ് ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോൺഫിഡൻഷ്യൽ ആക്കി വെച്ച ഡാറ്റാസ്, അതായത് ഡേറ്റ ഒന്നും ടാമ്പർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ പാടില്ല. അത് കറക്റ്റ് ട്രസ്റ്റ് വർത്തി ആയിട്ട് തന്നെ നിൽക്കണം. ഇറ്റ് റെഫേഴ്സ് ടു ദ ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് ഡാറ്റ. ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഡാറ്റ കനോട്ട് ബി ടാമ്പേർഡ് ആൻഡ് ഈസ് കെപ്റ്റ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ അത് കറക്റ്റായിട്ട്, അതായത് നമ്മുടെ കയ്യിൽ കിട്ടിയ ഡാറ്റ ചേഞ്ച് ആവാൻ പാടില്ല, ഡിലീറ്റ് ചെയ്യാനോ ഡിസ്ട്രപ്റ്റ് ചെയ്യാനോ ഒന്നും പാടില്ല. അതാണ് ഇൻറ്റഗ്രിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുന്ന ഒരു കസ്റ്റമറിന് അയാൾക്ക് റിക്വയർഡ് ടൈമിൽ ഇപ്പോൾ അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പോൾ വെബ്സൈറ്റ് കിട്ടാതിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് യൂസ് ഇല്ലല്ലോ. അപ്പോൾ സർവീസ് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് അവൈലബിൾ ആയിരിക്കണം. ഇറ്റ് മീൻസ് ദാറ്റ്
data should be available to the required person at the കറക്റ്റ് ടൈം ഓഫ് റിക്വയർമെൻറ്റ്. എപ്പോഴാണോ ആ കസ്റ്റമർ അല്ലെങ്കിൽ ആ ക്ലയൻറ്റിന് അത്യാവശ്യമായിട്ടുള്ളത് ആ കറക്റ്റ് ടൈമിൽ അതിന് ആ റിക്വയർഡ് പേഴ്സൺ അത് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഈ 3 ടേംസും കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി എന്ന 3 ടേമും ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഒരു IT ബേസ്ഡ് കമ്പനി അല്ലെങ്കിൽ ഡാറ്റ പ്രൊട്ടക്റ്റഡ് കമ്പനി എല്ലാം കറക്റ്റ് സെക്യൂർഡ് ആയിട്ട് അത് പോകുള്ളൂ. അല്ലെങ്കിൽ ഇതിലൊന്ന് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാക്കേഴ്സിന് ആ സിസ്റ്റം ബ്രീച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ദീസ് 3 processes should be maintained by an IT company and it is a guideline for how IT based company should work. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. CIA ട്രയാഡ് എന്താണെന്നുള്ളത്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഷുഡ് ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ. അത് ഓരോ ഡാറ്റേഴ്സും സെൻസിറ്റീവ് ഡീറ്റെയിൽസ് എല്ലാം കോൺഫിഡൻഷ്യൽ ആക്കി വെക്കണം. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ കനോട്ട് ബി ടാമ്പേർഡ് ആൻഡ് ഇറ്റ് കെപ്റ്റ് പ്രൊട്ടക്റ്റഡ്. ആൻഡ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റ ഷുഡ് ബി അവൈലബിൾ ടു ദ റിക്വയർഡ് പേഴ്സൺ അറ്റ് ദ കറക്റ്റ് ടൈം ഓഫ് റിക്വയർമെൻറ്റ്. അപ്പോൾ ഇതനുസരിച്ചിട്ടായിരിക്കണം ഒരു കമ്പനി, IT കമ്പനി എല്ലാം വർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്തതിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് നോക്കാം. ത്രെറ്റ്, വൾണറബിലിറ്റി ആൻഡ് റിസ്ക് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഞാനൊരു സെനേരിയോ ബേസ് ആയിട്ടാണ് ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കിപ്പോൾ ഒരു വീട്, ഇപ്പോൾ എല്ലാവർക്കും വീടുള്ളതാണ്. അപ്പോൾ വീടിനെ പറ്റിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ വാതിൽ ലോക്ക് ചെയ്തു, പക്ഷെ അത് കറക്റ്റ് ലോക്ക് വീണില്ല. അപ്പോൾ എന്താണ്? ഒരു ചെറിയ വൾണറബിലിറ്റി, വീക്ക്നെസ് ആണ്. ഇപ്പോൾ നമ്മളില്ലാത്ത സമയത്ത് ഒരു കള്ളൻ നമ്മുടെ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ അത് ഈ വൾണറബിൾ ആയിട്ടുള്ള സംഭവം എന്തായിരുന്നു? ഈ വാതിലാണ്. അപ്പോൾ വാതിൽ നമ്മളറിയാതെ മറന്നുപോയി ലോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് അതിലൂടെ കയറാൻ പറ്റും. കയറിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൽ നമുക്ക് ആവശ്യമുള്ള വാല്യൂബിൾസ് ലൈക്കും ക്യാഷും അല്ലെങ്കിൽ ഗോൾഡും ഒക്കെ അയാൾക്ക് എടുത്തു കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ വൾണറബിൾ ആയിട്ടുള്ള ഒരു മെഷീനിലേക്ക്, അതായത് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉള്ള ഒരു മെഷീനിലേക്ക് ഒരു ഹാക്കർ അല്ലെങ്കിൽ സൈബർ ക്രിമിനൽസ് കയറി നമ്മുടെ ക്രെഡൻഷ്യൽസ്, ഇപ്പോൾ ഒരു കമ്പനി ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഒരാളുടെ മൊബൈലത്തെ ഡീറ്റെയിൽസ് ആണെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒരു വൾണറബിലിറ്റി കണ്ടുപിടിച്ച് അത് ബ്രേക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ തെഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുന്നത് വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? വീക്ക്നെസ്സിനെയാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. വീക്ക്നെസ് അല്ലെങ്കിൽ ലൂപ്പ് ഹോൾ ആണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ജനറൽ കേസിൽ പറഞ്ഞ പോലെ ഒരു വീടിൻ്റെ കേസാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് അൺലോക്ക്ഡ് വിൻഡോ ഓർ ഡോറാണ് വൾണറബിലിറ്റി നമ്മൾ പറയുന്നത്. വൾണറബിലിറ്റി, ഇപ്പോൾ ഒരു വൾണറബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആരാണോ അല്ലെങ്കിൽ എന്താണോ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അതാണ് ത്രെറ്റ് എന്ന് പറയുന്നത്. അതായത് സംവൺ വിത്ത് ഇൻറ്റൻറ്റ് ടു കോസ് ഹാം, അത് നമ്മുടെ എക്സ്പ്ലോയിറ്റ് ബ്രേക്ക് ചെയ്യുന്ന ആളാണ് ത്രെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രെറ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ എക്സ്പ്ലോയിറ്റ് എ വൾണറബിലിറ്റി ആൻഡ് കോസ് ഹാം. അപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ത്രെറ്റ് കുഡ് ബി എ ബർഗ്ലർ ഹു വാണ്ട്സ് ടു ബ്രേക്ക് ഇൻ ടു യുവർ ഹൗസ്. അപ്പോൾ ത്രെറ്റ് എന്ന് പറയുന്നതാണ് ഇതിൽ കള്ളനാണ് ത്രെറ്റ് എന്ന് പറയുന്നത്. വിൻഡോ അല്ലെങ്കിൽ ഡോറാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വൾണറബിലിറ്റിയുടെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ വൾണറബിലിറ്റി ഈസ് എ വീക്ക്നെസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലോയിറ്റഡ് ബൈ എ ത്രെറ്റ്. ആൻഡ് ത്രെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ക്യാൻ എക്സ്പ്ലോയിറ്റ് എ വൾണറബിലിറ്റി ആൻഡ് കോസ് ഹാം. അപ്പോൾ നമ്മുടെ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് ത്രെറ്റ് എന്ന് പറയും. ഇപ്പോൾ സൈബർ ക്രിമിനൽസിനെയാണ് ത്രെറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ത്രെറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് എന്തായാലും ഹാംഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടൻഷ്യൽ ഫോർ ലോസ് ഓർ ഡാമേജ്, അതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാക്കുന്ന ലോസോ ഡാമേജിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ത്രെറ്റ് വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഹാംഫുൾ കണ്ടീഷൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലാണെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഫോർ എ ബർഗ്ലർ ടു ബ്രേക്ക് ഇൻ ആൻഡ് സ്റ്റീൽ വാല്യൂബിൾസ്. അപ്പോൾ നമുക്ക് ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്താ? നമ്മുടെ സ്വർണ്ണോ അല്ലെങ്കിൽ ക്യാഷോ ഒക്കെ
കൊണ്ടുപോകാന്നുള്ളതാണ് ഇതിൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്ക് ഈസ് എ പൊട്ടൻഷ്യൽ ഫോർ എ ലോസ് ഓർ ഡാമേജ് വെൻ എ ത്രെറ്റ് എക്സ്പ്ലോയിറ്റ്സ് വൾണറബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ 3 ഡെഫിനിഷൻസും കറക്റ്റ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റണം. ഇത് എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കിട്ടുകയാണെങ്കിൽ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഐഡിയ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഡെഫിനിഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഇത് നമുക്ക് പറയാനായിട്ട്. അപ്പോൾ വൾണറബിലിറ്റിയും ചോദിച്ചു കഴിഞ്ഞാൽ വൾണറബിലിറ്റി ഈസ് എ വീക്ക്നെസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലോയിറ്റഡ് ബൈ എ ത്രെറ്റ്. And what is threat? Threat is anything that can exploit a vulnerability and cause harm. ഇനി റിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്ക് ഈസ് ദ പൊട്ടൻഷ്യൽ ഫോർ ലോസ് ഓർ ഡാമേജ് വെൻ എ ത്രെറ്റ് എക്സ്പ്ലോയിറ്റ്സ് വൾണറബിലിറ്റി. അപ്പോൾ ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഇങ്ങനത്തെ കുറച്ച് ഡെഫിനിഷൻസ് നിർബന്ധമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ ത്രെറ്റിൻ്റെ ഞാൻ പറഞ്ഞു, ത്രെറ്റ്സ് ആർ സെക്യൂരിറ്റി കണ്ടീഷൻ ദാറ്റ് ക്യാൻ കോസ് അൺഡിസറബിൾ കോൺസിക്വൻസസ് ഓർ ഇമ്പാക്ട്സ് ഓൺ ലൈഫ്സ് ഓർ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതാണ് പറഞ്ഞത്. ഇനി ത്രെറ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഹാം ഉണ്ടാക്കുന്ന പറഞ്ഞല്ലോ. ഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ കേസിൽ ഒരു സൈബർ ക്രിമിനൽസ് നമ്മുടെ സിസ്റ്റം ബ്രേക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന ഹാം എന്ന് പറയുന്നത് എന്നാൽ ഡിസ്ട്രക്ഷൻ ചെയ്യാം, ഡാറ്റേനെ ഡിസ്ക്ലോസ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. അതുപോലെ ഡിനയൽ ഓഫ് സർവീസ്. ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ട്രാഫിക് സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സർവീസ് ഭയങ്കര ഡൗൺ ആയിട്ട് പോകും. ചില വെബ്സൈറ്റൊക്കെ ഭയങ്കര ഡൗൺ ആയി നിൽക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ കസ്റ്റമറിന് ആവശ്യമുള്ള സമയത്ത് ആ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സർവീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് ഫുള്ളായിട്ടുള്ള ഫിനാൻഷ്യൽ ലോസ് ആണ് സംഭവിക്കുന്നത്. അപ്പോഴും ഇത് ഒരു ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു സൈബർ അറ്റാക്ക് ആയിട്ട് തന്നെ നമുക്ക് പറയാം. കാരണം നമുക്ക് കിട്ടേണ്ട ഡാറ്റ കറക്റ്റ് ടൈമിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സൈബർ ക്രിമിനൽസ് നടത്തുന്ന ഒരു തരത്തിലുള്ള അറ്റാക്കാണ്. ഇനി അടുത്തതാണ് ത്രെറ്റ് വെക്റ്റർ. ത്രെറ്റ് വെക്റ്ററിന് നമുക്ക് അറ്റാക്ക് വെക്റ്റർ എന്നും കൂടി പറയാം. അറ്റാക്ക് വെക്റ്റർ ആണ് ഇത്. അറ്റാക്ക് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ വേ ഫോർ എൻ അറ്റാക്കർ ടു എൻ്റർ എ നെറ്റ്വർക്ക് ഓർ എ സിസ്റ്റം. ഒരു നെറ്റ്വർക്കിലേക്കോ സിസ്റ്റത്തിലേക്കോ എൻ്റർ ചെയ്യാനുള്ളതാണ് ത്രെറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു ത്രെറ്റ് വെക്റ്റർ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി ത്രെറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ത്രെറ്റ് വെക്റ്റർ. വൾണറബിലിറ്റി ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞതാണ്. വൾണറബിലിറ്റി ഈസ് എ വീക്ക്നെസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലോയിറ്റഡ് ബൈ സൈബർ ക്രിമിനൽസ് ടു ഗെയിൻ അൺഓതറൈസ്ഡ് ആക്സസ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. അറ്റാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ബൈ എ സൈബർ ക്രിമിനൽസ്, ഹാക്കേഴ്സ് ഓർ അതർ ഡിജിറ്റൽ അഡ്വേഴ്സറീസ് ടു ആക്സസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഓർ എ സിസ്റ്റം. ഇനി ഇത് അറ്റാക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഓൾട്ടർ ചെയ്യുക, സ്റ്റീൽ ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക, എക്സ്പോസ് ഇത് ഡാറ്റാസൊക്കെ കൊടുക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരാളെ വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം, സൈബർ അറ്റാക്ക് ചെയ്യാം. അപ്പോൾ അതുകൂടാതെ ഒരു ചെറിയ ഓർഗനൈസേഷൻ മുതൽ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിനെ വരെ അറ്റാക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചെറുതാണെന്നുള്ള കാര്യമൊന്നും നോക്കില്ല. എന്തെങ്കിലും വൾണറബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് ഈ ഹാക്കേഴ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റംപ്റ്റ് നടത്തുന്നതാണ്. സൈബർ ക്രിമിനൽസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. ഇങ്ങനെയാണ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇതുപോലെ ഡിസ്ട്രക്ട് ചെയ്യുക, ഡിസ്ട്രോയ്, സ്റ്റീൽ ചെയ്യുക, ഡാറ്റാസ്, പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കമ്പനി ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് എല്ലാം ബ്രേക്ക് ചെയ്യാനുള്ളതാണ് അറ്റാക്കിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്. അത് സാധാരണ ഇൻഡിവിജ്വൽ യൂസേഴ്സ് മുതൽ മൾട്ടിനാഷണൽ കമ്പനി വരെ അറ്റാക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു അറ്റംപ്റ്റിനെയാണ് അറ്റാക്ക് എന്ന് പറയുന്നത്. സൈബർ ക്രിമിനൽസ് നടത്തുന്ന അറ്റംപ്റ്റ് ആണ് അറ്റാക്ക്. ഇനി ബ്രീച്ച് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്തു, അതായത് അറ്റംപ്റ്റ് മാത്രമല്ല അത് ബ്രേക്ക് ചെയ്ത് കയറി, അതാണ് ബ്രീച്ച് എന്ന് പറയുന്നത്. അതായത് അൺഓതറൈസ്ഡ് ആക്സസ് കിട്ടുന്നതിനെയാണ് ബ്രീച്ച് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി ബ്രീച്ച് ഈസ് എനി ഇൻസിഡൻറ്റ് ദാറ്റ് റിസൾട്ട്സ് ഇൻ അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടർ. നമ്മുടെ ഡിവൈസസിലേക്ക് അൺഓതറൈസ്ഡ് ആക്സസ് കിട്ടിയതിനെയാണ് ബ്രീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് റിസൾട്ട് ഇൻ ഇൻഫോർമേഷൻ ബീയിങ് ആക്സസ്ഡ്. അപ്പോൾ നമ്മുടെ ഇൻഫോർമേഷനൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കൺസേൺ, അതായത് ഓതറൈസേഷൻ ഇല്ലാതെ തന്നെ
നമ്മുടെ ഇൻഫോർമേഷൻസ് എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരു സാധാരണ ഒരു കമ്പനി ആണെങ്കിൽ അതിൽ കുറച്ച് സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ബൈപ്പാസ് ചെയ്ത് കയറി കഴിഞ്ഞാൽ മാത്രമേ ബ്രീച്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അറ്റാക്ക് എന്ന് പറയുന്നത് അറ്റംപ്റ്റ് ബൈ സൈബർ ക്രിമിനൽസ് ആൻഡ് ബ്രീച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദാറ്റ് റിസൾട്ട്സ് ഇൻ അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടർ ഡാറ്റ, ആപ്ലിക്കേഷൻ, നെറ്റ്വർക്ക് ഓർ ഡിവൈസസ്. അപ്പോൾ ഇങ്ങനെ ഓതറൈസേഷൻ ഇല്ലാതെ തന്നെ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ബ്രീച്ചിങ്ങിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി റിസ്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, റിസ്ക് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ്പോഷർ ഓർ ലോസ് റിസൾട്ടിങ് ഫ്രം എ സൈബർ അറ്റാക്ക് ഓർ എ ഡാറ്റ ബ്രീച്ച് ഓൺ യുവർ ഓർഗനൈസേഷൻ. ദിസ് ഈസ് പോസിബിലിറ്റി ഓഫ് എൻ അറ്റാക്ക് ടു ഹാപ്പൻ. അപ്പോൾ ഇതിലത്തെ ഡെഫിനിഷൻസ് തീർച്ചയായിട്ടും പഠിച്ചു വെക്കേണ്ടത്. വാട്ട് ഈസ് റിസ്ക്, വാട്ട് ഈസ് ത്രെറ്റ്, വാട്ട് ഈസ് വൾണറബിലിറ്റി, വാട്ട് ഈസ് സൈബർ അറ്റാക്ക്, വാട്ട് ഈസ് ബ്രീച്ച്. അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസ് നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് ഇൻ്റർവ്യൂവിന്. ഇനി ട്രിപ്പിൾ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രിപ്പിൾ എ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഫ്രെയിംവർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ടേമും എന്താണ് പറയുന്നത് വെച്ചാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഓതൻറ്റിക്കേഷൻ, പിന്നെ ഓതറൈസേഷൻ ആൻഡ് പ്ലസ് വൺ അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഒരു ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ടാണ് ആരാണ് റിസോഴ്സിനെ എന്താ പറയുക ഐഡൻറ്റിഫൈ, ഇപ്പം ഏത് യൂസറാണ് അത് യൂസ് ചെയ്യേണ്ടത്, എന്താണ് അത് പെർമിഷൻ, എന്ത് ആക്സസ് ആണ് അയാൾക്ക് കൊടുക്കേണ്ടത്, ഇങ്ങനെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അയാൾ ചെയ്യുന്ന ആക്ഷൻസിനെ അത് ക്യാപ്ചർ ചെയ്യേണ്ടത്, ഇതെല്ലാം കൂടി കൺട്രോൾ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് ട്രിപ്പിൾ എ. അതായത് ദിസ് ഇസ് എ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഫ്രെയിംവർക്ക് യൂസ്ഡ് ടു കൺട്രോൾ who is permitted to use the network resources. ആരാണ് അത് യൂസ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ആ ചെയ്ത ആക്ഷൻസ് ക്യാപ്ചർ ചെയ്യണം, ഇതെല്ലാം കൂടിയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് ഈ ട്രിപ്പിൾ എ എന്ന് പറയുന്നത്. അപ്പോൾ ഓതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ ആൻഡ് അക്കൗണ്ടിങ്, ഈ ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓതൻറ്റിക്കേഷൻ എന്താണെന്ന് ചോദിക്കാം, ഓതറൈസേഷൻ ചോദിക്കാം, അക്കൗണ്ട്, ഈ രണ്ട് ടേമാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രിപ്പിൾ എ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഫ്രെയിംവർക്കാണ്. ആ ഫ്രെയിംവർക്ക് വെച്ചിട്ടാണ് ആരാണ് ഓതറൈസ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ചെയ്ത ആക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ്. ഇനി ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജിമെയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് കയറുന്ന സമയത്ത് യൂസർ നെയിം അടിക്കും, പാസ്വേഡ് എൻ്റർ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി മാച്ച് ചെയ്തെങ്കിൽ മാത്രമേ ആ കറക്റ്റ് യൂസറായിട്ട് നമുക്ക് അതിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പാസ്വേഡ് തെറ്റിയടിച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അറിയില്ല അത് യൂസർ വേറെ ആളാണെന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ രണ്ടും കൂടി മാച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണിൻ്റെ ഐഡൻറ്റിറ്റിനെ വേരിഫൈ ചെയ്യുന്നതാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓതൻറ്റിക്കേഷൻ ഈസ് യൂസ്ഡ് ടു വെരിഫൈ ദ ഐഡൻറ്റിറ്റി ഓഫ് എ പേഴ്സൺ. ആൻഡ് വാട്ട് ഈസ് ഓതറൈസേഷൻ? ഓതറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതൻറ്റിക്കേറ്റ് ചെയ്ത യൂസറിന് എന്തെല്ലാം ആക്സസ് ആണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് ഓതറൈസേഷൻ. ഒരു ബാങ്ക് വെബ്സൈറ്റിൻ്റെ കാര്യമാണ് എടുക്കണമെങ്കിൽ അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടി ആയിരിക്കില്ല മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടി ആയിരിക്കില്ല അഡ്മിൻ്റേത്. അപ്പോൾ ഓരോ ജോബ് റോൾ അനുസരിച്ച് ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓതറൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു വെരിഫൈ എ പേഴ്സൺ ഹാസ് ദ കറക്റ്റ് പെർമിഷൻ ടു ആക്സസ് സംതിങ്. ഓരോരുത്തർക്കും ആക്സസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഡിഫറെൻ്റ് ആക്കി വെച്ചേക്കുന്നതാണ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ലോഗിങ് ആക്ടിവിറ്റീസ്, നമ്മളിപ്പോൾ ലോഗിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ മോണിറ്റർ ചെയ്തത് ക്യാപ്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ അക്കൗണ്ടിങ് ഇൻവോൾവ്സ് റെക്കോർഡിംഗ് ദ പേഴ്സൺസ് ആക്സസ് ബൈ ലോഗിങ് ദെയർ ആക്ടിവിറ്റീസ്. അതാണ് അക്കൗണ്ടിങ്. ഇപ്പോൾ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് പേഴ്സണാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓതറൈസേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓതറൈസ് ചെയ്ത ആൾക്ക് എന്തൊക്കെ ആക്സസ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത്
തീരുമാനിക്കും. എന്താണ് ഓതറൈസേഷൻ? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓതറൈസ് ചെയ്ത് ആക്സസ് ചെയ്ത ആൾക്ക് അത് ചെയ്യുന്ന ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്ത് ക്യാപ്ചർ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് ബേസ്ഡ് ഫ്രെയിംവർക്ക് യൂസ്ഡ് ടു കൺട്രോൾ ഹൂ ഈസ് പെർമിറ്റഡ് ടു യൂസ് നെറ്റ്വർക്ക് റിസോഴ്സസ്, വാട്ട് ദേ ആർ ഓതറൈസ്ഡ് ടു ഡു ആൻഡ് ക്യാപ്ചർ ദ ആക്ഷൻസ് പെർഫോംഡ് വൈൽ ആക്സസിങ് ദ നെറ്റ്വർക്ക്. ഇതാണ് AAA എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് നോൺ റെപ്യൂഡിയേഷൻ? ഇപ്പോൾ നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ഒരാൾ വേറൊരാൾക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് അയച്ചു കഴിഞ്ഞു. അയച്ചിട്ട് റിസീവ് ചെയ്ത ആൾ പക്ഷെ അത് ബൈ മിസ്റ്റേക്ക് അത് കണ്ടില്ല. അപ്പോൾ എന്ത് പറ്റും? ഈ അയച്ച ആൾ പറയുന്നു അത് എന്തായാലും ഞാൻ അയച്ചിട്ടുണ്ട്, മറ്റേ റിസീവ് ചെയ്ത ആൾ പറയാണ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു കോൺഫ്ലിക്റ്റ് വരും. ഇപ്പോൾ അത് തമ്മിൽ എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് അവർ പറഞ്ഞത് ഓക്കെ ചെയ്യണം, എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു നിവൃത്തിയില്ല. അപ്പം നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അയച്ച ആളും ഡെലിവർ ചെയ്ത ആളും അത് ഡിനൈ ചെയ്യാനായിട്ട് പാടില്ല. രണ്ടുപേർക്കും കിട്ടി എന്നുള്ളതിനൊരു പ്രൂഫ് വേണം. അപ്പം നോൺ റെപ്യൂഡിയേഷൻ പ്രൊവൈഡ്സ് പ്രൂഫ് ഓഫ് ദ ഒറിജിൻ, ഓതൻറ്റിസിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഡാറ്റ. അപ്പോൾ അയച്ച ആൾക്കും കിട്ടിയ ആൾക്കും അത് ഡിനൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിനെ നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് വേ അതായത് നോൺ റെപ്യൂഡിയേഷൻ പ്രൊവൈഡ്സ് പ്രൂഫ് ഓഫ് ദ ഒറിജിൻ ആൻഡ് ഓതൻറ്റിസിറ്റി, ഇൻറ്റഗ്രിറ്റി ഓഫ് ഡാറ്റ. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് അഷുറൻസ് ടു ദ സെൻഡർ ദാറ്റ് ഇറ്റ്സ് മെസ്സേജ് വാസ് ഡെലിവേർഡ് ആൻഡ് ആസ് വെൽ ആസ് ദ പ്രൂഫ് ഓഫ് സെൻഡേഴ്സ് ഐഡൻറ്റിറ്റി ടു ദ റെസിപ്പിയൻറ്റ്. അപ്പോൾ അയച്ച ആൾക്കും അറിയണം, അതുപോലെ കിട്ടിയ ആൾക്കും തമ്മിലൊരു അഷുറൻസ് കൊടുക്കുന്നതാണ് നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുന്നത്. രണ്ടു പാർട്ടിയും അത് ഡിനൈ ചെയ്യാനായിട്ട് പാടില്ല. മെസ്സേജ് ദാറ്റ് ഈസ് ദിസ് വേ നൈദർ പാർട്ടി ക്യാൻ ഡിനൈ ദാറ്റ് എ മെസ്സേജ് വാസ് സെൻഡ്, റിസീവ്ഡ് ആൻഡ് പ്രോസസ്ഡ്. അപ്പോൾ അതിനെയാണ് നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ സെക്യൂരിറ്റി എൻഷുർ ഡാറ്റ ആർ ട്രാൻസ്ഫേർഡ്. പിന്നെന്താ? സെൻഡർ ആൻഡ് റിസീവർ കനോട്ട് ഡിനൈ ഡാറ്റ സെൻഡ് ഓർ നോട്ട്. അപ്പോൾ രണ്ടുപേരും ഡിനൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് കൊടുക്കാം, കൺഫർമേഷൻ സർവീസ്. ഇപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ബ്ലൂടിക്ക് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് അറിയാം കൺഫർമേഷൻ ആണ്, അത് റിസീവ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് അത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് നമ്മൾ അയക്കാം. ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു ടൈം എത്ര ആണെന്ന് കാണിച്ചിട്ട് നമുക്ക് അയക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസീവ് ചെയ്യുന്ന ആളും സെൻഡ് ചെയ്യുന്ന ആളും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക. അതായത് അയച്ച ആൾക്കും അല്ലെങ്കിൽ കിട്ടിയ ആളും ഡിനൈ ചെയ്യാതിരിക്കാൻ ചെയ്യരുത്. അതിനാണ് നോൺ റെപ്യൂഡിയേഷൻ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ 5 pillars ഓഫ് സൈബർ സെക്യൂരിറ്റി? നമ്മൾ ഓൾറെഡി പറഞ്ഞു, CIA ട്രയാഡ് നമ്മൾ പറഞ്ഞതാണ്. CIA ട്രയാഡിൽ വരുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി അല്ലേ? ഈ 3 ടൈമും കൂടിയിട്ടാണ് നമ്മൾ CIA ട്രയാഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഇത് രണ്ടും കൂടി വരുന്നതാണ് 5 pillars-ൽ ഇതിനാണ് എക്സ്ട്രാ വരുന്നത്, ഓതൻറ്റിസിറ്റി ആൻഡ് നോൺ റെപ്യൂഡിയേഷൻ. വാട്ട് ആർ ദ 5 pillars ഓഫ് സൈബർ സെക്യൂരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 5 ടേമും പറയാനും പറ്റണം, അതിൻ്റെ ഡെഫിനിഷനും നമ്മൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം. ഇനി വാട്ട് ഈസ് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ? ഇപ്പോൾ ഓതൻറ്റിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേഴ്സൻ്റെ ഐഡൻറ്റിറ്റിനെ വെരിഫൈ ചെയ്യുക. അത് യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നമുക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഇനി മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇത് കൂടാതെ, അതായത് പാസ്വേഡ് കഴിഞ്ഞിട്ടും ഒരു അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി നമുക്ക് കൊടുത്തെങ്കിൽ മാത്രമേ, ഇപ്പോൾ പാസ്വേഡിനെ ബ്രേക്ക് ചെയ്താലും നമുക്ക് ആ സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടും. അപ്പോൾ ആ പാസ്വേഡും ബ്രേക്ക് ചെയ്ത് കയറിയാലും അത് ആക്സസ് കിട്ടാതിരിക്കണമെങ്കിൽ ഒരു അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ അൺഓതറൈസ്ഡ് ആക്സസ് കിട്ടില്ല. അപ്പോൾ ഈ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 3 ടൈപ്പ് ഓഫ് ഓതൻറ്റിക്കേഷൻ ഉണ്ട്. സംതിങ് എ പേഴ്സൺ നോസ്,
സംതിങ് എ പേഴ്സൺ ഹാസ്, സംതിങ് എ പേഴ്സൺ ഇസ്. അതായത് സംതിങ് എ പേഴ്സൺ നോസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞു ഒരു യൂസർ നെയിമിന് പാസ്വേഡ് അറിയാം അല്ലേ, അതാണ് സംതിങ് എ പേഴ്സൺ നോസ് എന്ന് പറയുന്നത്. പാസ്വേഡ് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ചോദിക്കാം, കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ സീക്രട്ട് ആൻസേഴ്സ്, ഇതൊക്കെ സംതിങ് എ പേഴ്സൺ നോസ് ആണ്. അത് വെച്ചിട്ട് ഒരു ലെവൽ ഓഫ് സെക്യൂരിറ്റി കൊടുത്തു. ഇനി അടുത്ത ലെവല് സംതിങ് എ പേഴ്സൺ ഹാസ്, അതായത് അയാളുടെ കയ്യിലുള്ളത് സ്വൈപ്പ് കാർഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു കമ്പനിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് സ്വൈപ്പ് കാർഡ് ഉണ്ടാവും, യുണിക് ടോക്കൺസ്, കീസ്. അപ്പോൾ ഈ വേണമെങ്കിൽ സ്വൈപ്പ് കാർഡ് ഇപ്പോൾ ഒരാൾ എടുത്തു കഴിഞ്ഞാലും ഇയാളുടെ വേറൊരാളുടെ പേരിൽ ഇയാൾക്ക് കയറാൻ പറ്റും. അപ്പോൾ അതും ബ്രേക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ബയോമെട്രിക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്, റെറ്റിനൽ സ്കാൻസ്, ഫേസ് ഐഡന്റിഫിക്കേഷൻ, ഇതാണ് സംതിങ് എ പേഴ്സൺ ഈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി, ഈ 3 അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സിസ്റ്റം സെക്യൂർ ആക്കി വെക്കുന്നതാണ് മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റേദർ ദാൻ ജസ്റ്റ് ആസ്കിങ് ഫോർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്, മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ റിക്വയർസ് 1 or more അഡീഷണൽ വെരിഫിക്കേഷൻ ഫാക്ടേഴ്സ്. അപ്പോൾ 1 or more വെരിഫിക്കേഷൻ ഫാക്ടേഴ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. സ്വൈപ്പ് കാർഡ്സ്, ടോക്കൺസ്, കീസ്, അല്ലാന്നുണ്ടെങ്കിൽ ബയോമെട്രിക്സ്, അതൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഒരു അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്, വിച്ച് ഡിക്രീസസ് ദ ലൈക്ലിഹുഡ് ഓഫ് എ സക്സസ്ഫുൾ സൈബർ അറ്റാക്ക്. സൈബർ അറ്റാക്ക് ഉണ്ടാവില്ല എന്നല്ല, അത് വളരെയധികം സാധ്യത കുറയ്ക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓതന്റിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു വെരിഫൈ ദ ഐഡന്റിറ്റി ഓഫ് എ പേഴ്സൺ. മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി ടു പ്രിവെന്റ് അൺഓതറൈസ്ഡ് യൂസേഴ്സ് ഫ്രം ആക്സസിങ് ദീസ് അക്കൗണ്ട്സ് ഈവൻ വെൻ പാസ്വേഡ് ഹാസ് സ്റ്റോളൻ. പാസ്വേഡ്സ് കട്ടെടുത്ത്, അതായത് പാസ്വേഡ് വേറെ ഒരാൾക്ക് കിട്ടിയാൽ കൂടെ ഈ 2 അഡീഷണൽ ലെയർ സെക്യൂരിറ്റിയും കൂടി, ഇപ്പോൾ ബാങ്ക് വെബ്സൈറ്റ് കയറുകയാണെങ്കിൽ യൂസർ നെയിം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് OTP വരും. അങ്ങനെ വേറൊരു ലെവൽ ഓഫ് സെക്യൂരിറ്റി ആണ് ഇതിൽ കൊടുത്തത്. അതായത് അഡീഷണൽ ലെയർ, അത് കൂടാതെയുള്ള ഒരു സെക്യൂരിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് MFA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ.